ജർമ്മനിയിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പാഞ്ഞുകയറിയ കാറിടിച്ച് മരണപ്പെട്ടവരുടെ മൃതസംസ്കാരം മാഗ്ഡെബർഗ് കത്തീഡ്രലിൽ നടന്നു. ഡിസംബർ 20-ന് ആയിരുന്നു സംഭവം. ഒരു കറുത്ത കാർ ആൾക്കൂട്ടത്തിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞുകയറുന്നതും ആളുകൾ നിമിഷനേരം കൊണ്ട് ചിതറി ഓടുന്നതും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അക്രമി സൗദി അറേബ്യൻ സ്വദേശിയായ ഒരു ഡോക്ടറാണെന്ന് പോലീസ് വ്യക്തമാക്കി. കൂടാതെ ഭീകരാക്രമണമാണെന്നാണ് ജർമ്മനിയിലെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ നിഗമനം. കാറിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നതായി ജർമ്മൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഡിസംബർ 21-നാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതസംസ്കാരം നടത്തപ്പെട്ടത്. സാക്സോണി ആൻഹോൾട്ട് സ്റ്റേറ്റ് പ്രീമിയർ റെയ്നർ ഹസോൾഫ്, ജർമ്മൻ ചാൻസലർ ഓഫൽ ഷോൾസ്, ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വോൾട്ടർ സ്റ്റീമർ തുടങ്ങി സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്നു. അതേസമയം യൂറോപ്പിൽ നടക്കുന്ന ആക്രമണങ്ങളും അഭയാർത്ഥി പ്രവാഹവും തമ്മിൽ നല്ല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തവെ വ്യക്തമാക്കി. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായ ആക്രമണത്തിന് കാരണം യൂറോപ്യൻ യൂണിയന്റെ അഭയാർത്ഥികളോടുള്ള അനുഭാവപൂർവകമായ സമീപനമാണെന്നും വിക്ടർ ഓർബാൻ കുറ്റപ്പെടുത്തി. ഇത്തരം ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെന്നും 2015 മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നടക്കുന്ന വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന്റെ പരിണിത ഫലങ്ങൾ ആണെന്നും വിക്ടർ ഓർബാൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ഒരു തരത്തിലും യൂറോപ്യൻ യൂണിയൻ മുന്നോട്ടുവയ്ക്കുന്ന നിർബന്ധിത കുടിയേറ്റ നിയമങ്ങൾ ഹംഗറി പ്രാബല്യത്തിൽ വരുത്തില്ലെന്നും വിക്ടർ ഓർബാൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.